ഗർഭിണിയും മുലയൂട്ടുന്നവളും റമളാൻ നോമ്പ് നഷ്ടപ്പെടുത്തിയാൽ ഖളാ വീട്ടുന്നതിന് പുറമെ ഫിദിയ കൊടുക്കുകയും കൂടി വേണമെന്ന് കേട്ടു. ഇത് ശരിയാണോ? ഇതിനുള്ള വിശദീകരണം പ്രതീക്ഷിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, കർമ്മശാസ്ത്ര രംഗത്ത് ഇന്ന് പ്രശസ്തമായ ഒരുപാട് മദ്ഹബുകളുണ്ടല്ലോ, പ്രത്യേകിച്ച് 4 മദ്ഹബുകൾ. അതിന് പുറമെയും മദ്ഹബുകളുണ്ട്. ഈ മദ്ഹബുകൾ ചിലത് ഖളാ വീട്ടുന്നതോടൊപ്പം തന്നെ അവർ അതിന് ഫിദിയ കൂടി നൽകണം എന്ന് പറഞ്ഞവരുണ്ട്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നോക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ഫിദിയയെ സംബന്ധിച്ച് പറയുന്നില്ല. മാത്രമല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സ്വഹാബത്തിൻ്റെ കൂട്ടത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ അവർ ഗർഭിണിയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടുന്ന, അതായത് കുഞ്ഞുങ്ങൾ ഉമ്മയുടെ മുലപ്പാൽ മാത്രം അവലംബിച്ച് കഴിയുന്ന ആ ഒരു സമയമുണ്ടല്ലോ, പ്രധാനമായും മുലപ്പാലിനെ ആധാരമാക്കുന്ന, ആശ്രയിച്ച് കഴിയുന്ന കുട്ടികൾ, ആ ഒരു സമയത്ത് കുട്ടികൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാകുമെന്ന് ഭയപ്പെടുന്ന, അതേപോലെ തന്നെ ശരീരത്തിന് എന്തെങ്കിലും കുട്ടിക്ക് പാലൂട്ടുകയും അതോടൊപ്പം തന്നെ നോമ്പെടുക്കുകയും ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നോമ്പെടുക്കുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഗർഭത്തിൻ്റെ ആദ്യ സമയങ്ങളിലൊക്കെ നോമ്പെടുക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമായിരിക്കും. ആ സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് എടുക്കേണ്ടതില്ല, ഫിദിയ മാത്രം നൽകിയാൽ മതി എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ശരിയായിട്ടുള്ള ഒരു അഭിപ്രായമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, രോഗിയുടെ ഗണത്തിലാണ് ആര് പെടുന്നത്? മുലയൂട്ടുന്ന സ്ത്രീയാകട്ടെ, അതുപോലെ തന്നെ ഗർഭിണിയാകട്ടെ. കാരണം അവർക്ക് സാധ്യമല്ലല്ലോ, ശാരീരികമായിട്ടുള്ള അവരുടെ ബുദ്ധിമുട്ടാണല്ലോ കാരണം. അപ്പോൾ രോഗികളോടാണ് ഇവർക്ക് സാദൃശ്യമുള്ളത്. ഈ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ വിധി എന്താണ്? അതേ വിധി തന്നെയായിരിക്കും ഇവർക്കും ഉണ്ടാവുക. രോഗികൾ ചെയ്യേണ്ടുന്നത്, രോഗം മാറുന്ന ഒരു സമയത്ത് അത് നോറ്റ് വീട്ടുക എന്നതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, രോഗം മാറുന്ന സമയത്ത് അവർ അത് നോറ്റ് വീട്ടുക. ഇപ്പോൾ ഒരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രസവം കഴിഞ്ഞ് കുട്ടി പ്രധാനമായും പാലിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ആ ഒരു സമയം കഴിഞ്ഞ് ഇടവിട്ട ദിവസങ്ങളിൽ അവർക്ക് നോറ്റുവീട്ടാവുന്നതാണ്. അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടുന്ന ഉമ്മമാരാണ് എങ്കിൽ കുട്ടികൾ മറ്റു ഭക്ഷണം കൂടി കഴിക്കാൻ തുടങ്ങുന്ന ഒരു സമയത്ത് അവർക്ക് നോറ്റുവീട്ടാവുന്നതാണ്. അങ്ങനെ നോറ്റുവീട്ടുക അത് തുടർച്ചയായിട്ട് തന്നെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓരോ ദിവസങ്ങളിലായിട്ട് ഒരു ദിവസം നോറ്റ്, പിന്നെ 2-3 ദിവസം അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഒഴിവാക്കി, എന്നിട്ട് വീണ്ടും നോമ്പ് നോറ്റ്, ആ രൂപത്തിൽ നോറ്റ് വീട്ടിയാൽ മതി. റമളാനിൽ എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ടാണല്ലോ നോമ്പ്, അതിൻ്റേതായ പ്രയാസങ്ങളുണ്ടാകും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? നോമ്പ് ഒഴിവാക്കി പിന്നീടുള്ള ദിവസങ്ങളിൽ നോറ്റ് വീട്ടുകയാണ് ചെയ്യേണ്ടുന്നത്. അതാണ് ഏറ്റവും ശരിയായ ഈ വിഷയത്തിലുള്ള അഭിപ്രായമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ചിലർ സ്വന്തം ശരീരത്തിന് കേടുണ്ട് എന്ന് വിചാരിച്ചാൽ അവർ നോമ്പ് നോറ്റ് വീട്ടിയാൽ മതി എന്ന് പറഞ്ഞവരുണ്ട്. അല്ല, കുട്ടിക്ക് എന്തെങ്കിലും പറ്റും എന്ന് ഭയപ്പെടുകയാണ് എങ്കിൽ അവർ നോമ്പ് നോറ്റുവീട്ടിയതോടൊപ്പം തന്നെ ഒരു നോമ്പിനുള്ള ഫിദിയ കൂടി കൊടുക്കണമെന്ന് പറഞ്ഞവരുണ്ട്. എങ്ങനെ നോക്കുമ്പോഴും ഫിദിയ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രമാണം നമുക്ക് കാണാൻ കഴിയുന്നില്ല. പ്രമാണത്തിലുള്ളതാണല്ലോ ദീന്, ശരീഅത്ത് അല്ലെങ്കിൽ ഇബാദത്ത് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനം ശറഇൻ്റെ നിയമങ്ങളിൽ കാണുന്ന അല്ലെങ്കിൽ പ്രമാണങ്ങളിൽ കാണുന്നതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അവിടെ ഇവർ നോറ്റ് വീട്ടുക എന്നല്ലാതെ അവർ ഫിദിയ കൊടുക്കുക എന്ന ഒരു അധിക ബാധ്യത കൂടി ഇസ്ലാം വെച്ചിട്ടില്ല. അതിന് പ്രമാണങ്ങൾ തെളിവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നോറ്റുവീട്ടിയാൽ മാത്രം മതിയാകുന്നതാണ്. വല്ലാഹു അലം. ഈ ഒരു ഉത്തരം പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു സംശയം ഉണ്ടായത്, ഇപ്പോൾ ഒരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം 9 മാസം ചുമക്കണം, അതിനുശേഷം പാലൂട്ടി ഒരു 6 മാസമെങ്കിലും ആ കുട്ടി മറ്റു ഭക്ഷണം കഴിക്കാനുള്ളൊരു കാലതാമസം എടുക്കും. അപ്പോൾ ആ ഒരു വർഷത്തിനിടയിൽ 2 റമളാനുകൾ ഒരുപക്ഷെ കടന്നു പോവുകയാണ് എങ്കിൽ അവരുടെ നോമ്പുമായി ബന്ധപ്പെട്ട് എന്താണ് വിശദീകരണം? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കിയത്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു വീക്ഷണം വളരെ
ശരിയായ ഒരു വീക്ഷണം തന്നെയായിരിക്കും ഇത്തരം ഘട്ടങ്ങളിൽ. അഥവാ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ഈ ഒരു റമദാൻ സമയത്ത് ഗർഭത്തിൻ്റെ ആദ്യ സമയമാണ് എന്ന് വിചാരിക്കുക, അവർക്ക് നോമ്പെടുക്കാൻ കഴിയണില്ല. അടുത്ത ഒരു റമദാൻ വരുമ്പോൾ സ്വാഭാവികമായും അവളുടെ കുട്ടി പാല് കുടിക്കുന്ന അല്ലെങ്കിൽ പാലിനെ മാത്രം അവലംബിച്ച് നിൽക്കുന്ന ഒരു സമയമായിരിക്കും. വീണ്ടും അവർ അടുത്ത ഒരു റമദാൻ ആകുമ്പോഴേക്ക് ഗർഭിണിയായി കഴിഞ്ഞാൽ ഇതേ അവസ്ഥ തുടരും. ഇങ്ങനൊരു 3-4 ഗർഭവും അതേപോലെ തന്നെ പാലൂട്ടുന്ന കാലാവസ്ഥയും കഴിയുമ്പോൾ ചുരുങ്ങിയത് ഒരു 6 കൊല്ലമോ അല്ലെങ്കിൽ 7 കൊല്ലമോ 8 കൊല്ലമോ ഒക്കെ ആകും. ഈ 8 കൊല്ലത്തെ നോമ്പ് ഒരുമിച്ച് നോറ്റ് വീട്ടണം അല്ലെങ്കിൽ പിന്നീടുള്ള സമയത്ത് നോറ്റ് വീട്ടണം എന്ന് പറയുന്നത് വലിയൊരു പ്രയാസം തന്നെയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഇത്തരം ഘട്ടങ്ങളിൽ, പ്രയാസകരമായി വരുന്ന ഘട്ടങ്ങളിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആ ഒരു നിയമം എടുത്തുകൊണ്ട്, അഥവാ ഓരോ ദിവസത്തെ നോമ്പിന് ഒരു അഗതിക്ക് ഭക്ഷണം നൽകുക എന്ന, ഫിദിയ നൽകുക എന്ന, അതിൻ്റെ അളവ് പറയുന്നത് ഒരു മുദ്ദ് എന്നാണ്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 2 കൈകൾ കൂട്ടിപ്പിടിച്ച് അതിൽ വെക്കുന്ന, ഒരു ഒത്ത കൈകൾക്ക് 2 കൈകൾ കൂട്ടിപ്പിടിച്ച് അതിൽ കൊള്ളുന്ന ധാന്യം. സാധാരണയായിട്ട് ഒരു 750 ഗ്രാം അരി, അതല്ലെങ്കിൽ ഒരു 800 ഗ്രാം അരി ഒക്കെയാണ് സാധാരണയായിട്ട് കണക്കാക്കുക. ഇതാണ് ഒരാൾക്ക് ഭക്ഷണമായിട്ട് ഓരോ ദിവസത്തെ നോമ്പിനും കൊടുക്കേണ്ടത്. അത് അങ്ങനത്തെ ഒരു പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ ആ ഒരു നിയമം എടുക്കാം. അല്ലാതെ സാധാരണയായിട്ട് ഒരു റമദാൻ കാലം അല്ലെങ്കിൽ 2 റമദാൻ കാലമൊക്കെ വിട്ടുപോകുന്നത് അത് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതിന് ശേഷമുള്ള സമയത്ത് നോറ്റ് വീട്ടുകയും ചെയ്യാം. അതാണ് ഏറ്റവും ശരിയായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു അലം. ജസാക്കല്ലാഹ് ഖൈർ.